കണ്ട ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. പാരീസ് ഒളിമ്പിക്സിലെ തിരിച്ചടിക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. സ്വപ്നങ്ങൾ തകർന്നെന്നും കരുത്തു ബാക്കിയില്ലെന്നും താരം. തന്നോട് ക്ഷമിക്കണമെന്നും വിനേഷ് ഫോഗട്ടിന്റെ കുറിപ്പ്. വിനേഷിന്റെ തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്ന് വിനേഷ് ഫോഗട്ടിന്റെ അമ്മാവനും ആദ്യ കോച്ചുമായ മഹാവീർ ഫോഗട്ട് 24-നോട്. അയോഗ്യതയ്ക്കെതിരായ അപ്പീലിൽ കായിക തർക്ക പരിഹാര കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന്. വിഷയം ഇന്നും പാർലമെന്റിൽ ഉന്നയിക്കാൻ ഇന്ത്യ മുന്നണി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 10ാം ദിനത്തിൽ. പ്രത്യേകം മാർക്കു ചെയ്ത പ്രദേശങ്ങളിൽ ഇന്ന് പരിശോധന നടത്തും. സൺറൈസ് വാലിയിൽ കടാവർ നായ്ക്കളുമായി തെരച്ചിൽ. ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ശനിയാഴ്ച. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് സുരക്ഷ വിലയിരുത്താൻ യോഗം ചേരും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24-നോട്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 403 ആയി. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ കെട്ടിടങ്ങൾക്കുണ്ടായ ആഘാതത്തെക്കുറിച്ച് പഠിക്കാൻ 10 അംഗ സംഘത്തെ നിയോഗിച്ചു. ജിയോളജിസ്റ്റ്, സിവിൽ എഞ്ചിനീയർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, തഹസീൽദാറുടെ പ്രതിനിധി എന്നിവർ സംഘത്തിലുണ്ടാകും. ഓരോ വീടിന്റെയും അടിത്തറ, ഭിത്തി, മേൽക്കൂര എന്നിവയുടെ ഉറപ്പ് സംഘം പരിശോധിക്കും. മരണം കുതിച്ചെത്തിയ കവളപ്പാറ ദുരന്തത്തിന് ഇന്ന് 5 ആണ്ട്. മണ്ണിടിച്ചിൽ കവർന്നത് 76 മനുഷ്യജീവനുകൾ. 11 പേർ ഇന്നും കാണാമറയത്ത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ബില്ല് യാഥാർത്ഥ്യമായാൽ വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിൽ നിയന്ത്രണം വരും. വർഗീയ ധ്രുവീകരണത്തിനുള്ള ഗൂഢനീക്കമെന്ന് കോൺഗ്രസ്. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ വിധി ഇന്ന്. ഹൈക്കോടതി വിധി പ്രസ്താവിക്കുന്നത് നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്ത് LDF സ്ഥാനാർത്ഥി നൽകിയ ഹർജിയിൽ. 340 പോസ്റ്റൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയില്ലെന്ന് KP മുഹമ്മദ് മുസ്തഫ. ബംഗ്ലാദേശിന്റെ കാവൽ പ്രധാനമന്ത്രിയായി മുഹമ്മദ് യൂനുസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇടക്കാല സർക്കാരിൽ 15 അംഗങ്ങളെന്ന് റിപ്പോർട്ട്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരമുണ്ടാകാനിടയായ സാഹചര്യം പഠിക്കാൻ ICMR. പഠനത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. ICMRന്റെ ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ആവശ്യപ്രകാരം. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം എറിഞ്ഞിടാൻ ഇന്ത്യ. ജാവലിൻ ത്രോ ഫൈനലിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. മത്സരം രാത്രി 11:55. കേരളത്തിലെ പ്രധാന വാർത്തകളിലേക്കാണ് ഇനി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലമ്പുഴ ഡാം ഇന്ന് തുറക്കും. രാവിലെ 11 മണിക്ക് ഷട്ടറുകൾ ഉയർത്തും. കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. യാത്രക്കാർക്ക് കർശന നിർദ്ദേശവുമായി കൊച്ചി വിമാനത്താവളം. യാത്രക്കാർ നേരത്തെ എത്തണമെന്ന് മുന്നറിയിപ്പ്. നിർദ്ദേശം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പരിശോധന ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ. കൊല്ലം പഴയചിറ ചെറുപൊയ്ക റോഡിന്റെ നവീകരണത്തിന് തുടക്കം. ജലജീവൻ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിച്ച ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. നവീകരണം ആരംഭിച്ചത് 2 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം. തിരുവല്ല നഗരസഭയുടെ നീന്തൽക്കുളത്തിൽ മലിനജലം. ശോച്യാവസ്ഥയിലായത് 2015-ൽ സ്പോർട്സ് ഡയറക്ടറേറ്റ് 45 ലക്ഷം ചെലവിട്ട് നിർമ്മിച്ച നീന്തൽക്കുളം. രാത്രികാലങ്ങളിൽ നീന്തൽക്കുളത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് തുടർക്കഥയാകുന്നുവെന്നും പരാതി. അടിയന്തര ഇടപെടൽ വേണമെന്ന് പ്രദേശവാസികൾ. ആലപ്പുഴ ആറാട്ടുപുഴ പഞ്ചായത്തിലെ ആധുനിക ബോട്ട് ജെട്ടി പ്രവർത്തനക്ഷമമല്ലെന്ന് പരാതി. ജെട്ടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് 3 വർഷം. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ 30 ലക്ഷത്തിലേറെ രൂപ വിനിയോഗിച്ച് മേജർ ഇറിഗേഷൻ വകുപ്പാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ആലപ്പുഴ ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിൽ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടിയോളം രൂപ ചെലവിട്ടാണ് വികസനം. വനിതാ ശിശു ആശുപത്രിക്ക് സമീപത്തെ ലെവൽ ക്രോസ് മുതൽ റെയിൽവേ സ്റ്റേഷൻ റോഡിന് ഇരുവശവും നടപ്പാത നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. വിവിധ കേസുകളിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ ഡംപിംഗ് യാർഡായി കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷൻ പരിസരം. നിരവധി വാഹനങ്ങളാണ് MC റോഡിൽ പോലീസ് സ്റ്റേഷന്റെ എതിർവശത്ത് റോഡരികിൽ കിടക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് 5 മാസമായിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ കോട്ടയം വലിയ മടക്കുളം ടൂറിസം പദ്ധതി. ടൂറിസം വകുപ്പ് പദ്ധതി തുടങ്ങിയത് 5 കോടി രൂപ ചെലവിട്ട്. സഞ്ചാരികളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നതിനെ ചൊല്ലി ടൂറിസം വകുപ്പും പഞ്ചായത്തും തമ്മിലുള്ള തർക്കമാണ് പദ്ധതിയുടെ പ്രവർത്തനത്തിന് തടസ്സമായത്. തൊമ്മൻകുത്ത് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മൊബൈൽ റേഞ്ച് കിട്ടാക്കനി. BSNL പ്രസരണശേഷി കൂട്ടി. പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യവുമായി വിനോദസഞ്ചാരികൾ. എറണാകുളം ജില്ലയിൽ ഡെങ്കി പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. ഇന്നലെ മാത്രം പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 144 പേരെ. കളമശ്ശേരിയിൽ 5 ദിവസത്തിനിടെ രോഗം സ്ഥിരീകരിച്ചത് 31 പേർക്ക്.
കോട്ടയം നഗരസഭയിൽ പെൻഷൻ വിതരണത്തിന്റെ മറവിൽ വൻ തട്ടിപ്പ്. മുൻ നഗരസഭാ ജീവനക്കാരൻ 3 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തൽ. പോലീസ് മേധാവിക്ക് പരാതി നൽകി നഗരസഭാ സെക്രട്ടറി. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപുണ്ടായ കുഴികൾ മൂടി നാട്ടുകാർ. തകർന്നത് 4.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലം. പരാതിപ്പെട്ടിട്ടും പൊതുമരാമത്ത് വകുപ്പ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ. പൊന്നാനി ചമ്രവട്ടം പാലത്തിലെ അപ്രോച്ച് റോഡ് തകർന്ന നിലയിൽ. ദീർഘദൂര വാഹനങ്ങളടക്കം പാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് മണിക്കൂറുകളോളം. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപമുയരുന്നു. ചാലക്കുടി KSRTC മന്ദിരം പുതുക്കിപ്പണിയാൻ തീരുമാനം. ബഹുനില ബസ് ടെർമിനൽ നിർമ്മിക്കുന്നത് 4 കോടി രൂപ ചെലവിട്ട്. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാനപാതയിൽ ദുരിതയാത്ര തുടരുന്നു. കുഴികൾ നിറഞ്ഞ റോഡിൽ വെള്ളക്കെട്ട് പതിവെന്ന് പരാതി. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. രാത്രികാല OP പരിശോധന നിർത്തലാക്കി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് VV സ്മാരക സാമൂഹിക ആരോഗ്യ കേന്ദ്രം. പ്രതിസന്ധിക്ക് കാരണം സ്ഥലം മാറിപ്പോയ ഡോക്ടേഴ്സിന് പകരം നിയമനം നടത്താത്തത്. ദുരിതത്തിലായി രോഗികൾ. റീബിൽഡ് വയനാട് ക്യാമ്പയിനുമായി കൊല്ലം രൂപത. KCYM കടവൂർ ഫൊറോനയിൽ നിന്ന് അവശ്യ സാധനങ്ങളുമായി വയനാട്ടിലേക്ക് പുറപ്പെടുന്ന ആദ്യ വാഹനം ഫൊറോന ഡയറക്ടർ ഫാദർ ജോ ആന്റണി അലക്സ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 2024 സുസ്ഥിര കാർഷിക പുരസ്കാരം തൃശൂർ പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം ഓർഗാനിക്സിന്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സർവതോഭദ്രം ഓർഗാനിക്സ് പ്രസിഡന്റ് ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU ഹൃഷികേശ് പണിക്കർ കേന്ദ്രമന്ത്രി രാംനാഥ് ഠാക്കൂറിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിൽ 14 പേർക്ക് കൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 1.5 മാസത്തിനുള്ളിൽ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 50 കടന്നു. ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്തും. ദേശീയപാത അതോറിറ്റിക്ക് കീഴിലുള്ള MC റോഡിന്റെ ചെങ്ങന്നൂർ മുതൽ കോട്ടയം വരെയുള്ള ഭാഗത്തിന്റെ നവീകരണം ഉടൻ ആരംഭിക്കും. 36 കിലോമീറ്റർ ദൂരം 39 കോടി രൂപ ചെലവിട്ടാണ് നവീകരണം. കാലാവസ്ഥ അനുകൂലമാകുന്നതിനനുസരിച്ച് നിർമ്മാണം ആരംഭിക്കുമെന്ന് കരാറുകാർ. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ഇല്ലം നിറനാളെ. മേൽശാന്തി CS രാമചന്ദ്രൻ എംബ്രാന്തിരി മുഖ്യ കാർമ്മികനാകും. കണ്ണൂർ പയ്യന്നൂർ താലൂക്കിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്നു. പയ്യന്നൂർ MLA TI മധുസൂദനൻ സദസ്സിന് നേതൃത്വം വഹിക്കും. വിവിധ പഞ്ചായത്തുകളിലെ റൂട്ടുകളിൽ പുതിയ ബസ് പെർമിറ്റുകൾ അനുവദിക്കാനുള്ള പ്രപ്പോസലുകൾ ഈ മാസം 16 മുൻപായി സമർപ്പിക്കണം. പ്രപ്പോസലുകൾ ജനകീയ സദസ്സിൽ ചർച്ച ചെയ്യും. തിരുവാങ്കുളം ജോർജിയൻ അക്കാദമി ഹൈസ്കൂളിൽ ഹിരോഷിമ നാഗാസാക്കി ദിനം ആചരിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോഷി ചിറ്റേത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഷീബ കുര്യാക്കോസ് അധ്യക്ഷയായി. 100ഓളം വിദ്യാർത്ഥികളെ അണിനിരത്തി പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചു. 3ാമത് സാംബോ തൃശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പ് വെങ്കിടങ്ങിൽ നടന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറിയും ചീഫ് കോച്ചുമായ അൻവർ മരക്കാർ അധ്യക്ഷനായി. കാട്ടൂർ അൽബാബ് സ്കൂൾ ഓവറോൾ കപ്പ് സ്വന്തമാക്കി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി KGMOA. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആദ്യ ഗഡുവായി 25 ലക്ഷം രൂപ കൈമാറി. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി മെഡിക്കൽ ടീമുകളുടെ സേവനം സംസ്ഥാന തലത്തിൽ ഏകോപിപ്പിക്കുമെന്ന് KGMOA. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങളായിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ്. പ്രതിസന്ധിക്ക് കാരണം യൂണിറ്റ് പ്രവർത്തിക്കാൻ ആവശ്യമായ ജനറേറ്റർ സ്ഥാപിക്കാത്തത്. കടുത്ത അനാസ്ഥയെന്ന് ആക്ഷേപം. ന്യൂസിലേക്ക് വീണ്ടും ഇനി പ്രധാന അറിയിപ്പുകൾ. പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ ട്യൂട്ടർ ഒഴിവ്. നിയമനം 1 വർഷ കാലാവധിയിൽ. കരാർ അടിസ്ഥാനത്തിൽ. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി ഓഗസ്റ്റ് 14 രാവിലെ 10 മണിക്ക് പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ ഹാജരാകണം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ MTech പ്രോഗ്രാമുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 12-ന്. വിശദവിവരങ്ങൾ വെബ്സൈറ്റ്. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിൽ പ്രീ പ്രസ് ഓപ്പറേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 17. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം സിറ്റിംഗ് ഇന്ന്. സിറ്റിംഗ് രാവിലെ 11 മണിക്ക് കമ്മീഷന്റെ ശാസ്തമംഗലത്തുള്ള ഓഫീസിലെ കോർട്ട് ഹാളിൽ. നിലവിലുള്ള പരാതികൾ പരിഗണിക്കുന്നതോടൊപ്പം പുതിയ പരാതികൾ സ്വീകരിക്കും. തിരുവനന്തപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹില്ലും മെർസിഡസ് ബെൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി നടത്തുന്ന അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് മെക്കാനിക്സ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 4. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ.
ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ വാങ്ങാൻ ധനസഹായം അനുവദിക്കുന്ന വിദ്യാജ്യോതി പദ്ധതിയിൽ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. സുനീതി പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പാമ്പാടി 7-ാം മൈലിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ 2024-25 അധ്യയന വർഷത്തിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 23. സ്കൂൾ ഓഫീസ് മുഖേനയോ ഓൺലൈനായോ അപേക്ഷിക്കാം. പിറവം ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകരുടെ ഒഴിവ്. നിയമനം സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ. കൂടിക്കാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഇനി ദേശീയ വാർത്തകൾ നോക്കാം. 9 സംസ്ഥാനങ്ങളിൽ നിന്നായി 12 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 3-ന്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഓഗസ്റ്റ് 14-ന്. തെലങ്കാന, ഒഡീഷ സംസ്ഥാനങ്ങളിലെ 2 നിയമസഭാ സീറ്റുകളിലേക്കും സെപ്റ്റംബർ 3-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വഖഫ് ഭേദഗതി ബില്ലിന് പിന്തുണയുമായി ആൾ ഇന്ത്യ സൂഫി സജ്ജദനാശിൻ കൗൺസിൽ. വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്നതിന് പ്രത്യേക നിയമങ്ങളോ കമ്മിറ്റിയോ വരുന്നത് പ്രയോജനകരം. ബിൽ എക്കാലത്തും സഹായകരമാകുമെന്നും കൗൺസിൽ ചെയർമാൻ സയ്യിദ് നസീറുദ്ദീൻ. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ. ദേശീയ സംസ്ഥാനതല രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചയായി. ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS 8-ന്റെ വിക്ഷേപണം ഓഗസ്റ്റ് 15-ന് നടത്തുമെന്ന ISRO. വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ചെറു ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുക. ISROയുടെ ഏറ്റവും കുഞ്ഞൻ റോക്കറ്റായ SSLV D3. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയ പ്രഖ്യാപനം ഇന്ന്. റീപ്പോ നിരക്ക് 6.5% നിലനിർത്തിയേക്കും. രാജ്യത്തെ സാമ്പത്തിക സൂചകങ്ങളുടെ കണക്കുകളും പുറത്തുവിടും. RBI ഗവർണറുടെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 12 മണിക്ക്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. കസ്റ്റംസിന്റെ പരിശോധനയിൽ 700 ഗ്രാം സ്വർണം പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. ബംഗളൂരുവിൽ നൈറ്റ് ലൈഫിന് പ്രോത്സാഹനവുമായി കർണാടക സർക്കാർ. നഗരത്തിലെ ബാറുകൾക്കും ക്ലബ്ബുകൾക്കും പുലർച്ചെ 1 മണിവരെ പ്രവർത്തിക്കാൻ അനുമതി. തീരുമാനം സ്വാഗതം ചെയ്ത് ഹോട്ടൽ അസോസിയേഷൻ. 2025ഓടെ മത്സ്യക്കയറ്റുമതി വർദ്ധിപ്പിക്കാനൊരുങ്ങി കേന്ദ്രം. കയറ്റുമതി മൂല്യം 1 ലക്ഷം കോടിയായി ഉയർത്തും. ലക്ഷ്യം നേടുന്നത് മത്സ്യോൽപാദനം, ഗുണനിലവാരം ഉറപ്പിക്കൽ, സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്തൽ എന്നിവയിലൂടെ. ത്രിപുര ബംഗ്ലാദേശ് അതിർത്തിയിൽ വൻ ലഹരിവേട്ട. 70 ലക്ഷം രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളുമായി 11 ബംഗ്ലാദേശ് സ്വദേശികളെ BSF പിടികൂടി. അതിർത്തിയിൽ പരിശോധന ശക്തമാക്കി പോലീസ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ന്യൂസിലാൻഡ് സന്ദർശനത്തിന് തുടക്കം. ഓക്ലൻഡ് വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ പ്രക്ഷുബ്ധാവസ്ഥ നേരിടുന്നുവെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. അയൽരാജ്യങ്ങളിലെ സാഹചര്യം പരിശോധിക്കണമെന്നും യോഗി. ടെലികോം സേവന മാനദണ്ഡങ്ങളിൽ പുനർവിചിന്തനമില്ലെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത് സമഗ്രമായ കൂടിയാലോചനയ്ക്കും ഉചിതമായ പരിഗണനയ്ക്കും ശേഷമെന്ന് ട്രായ് ചെയർമാൻ അനിൽ കുമാർ ലഹോട്ടി. ഇനി രാജ്യാന്തര വാർത്തകൾ നോക്കാം. ഇസ്മായിൽ ഹനിയയുടെ പിൻഗാമിയായി യഹ്യ സിൻവാറിനെ പ്രഖ്യാപിച്ച് ഹമാസ്. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ ആസൂത്രകരിൽ പ്രധാനിയാണ് സിൻവാർ. ഹമാസിന്റെ തീരുമാനം സ്വാഗതം ചെയ്ത് ഫലസ്തീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഗസയിലെ ദേർ അൽ ബാലയിൽ ഇസ്രായേൽ ആക്രമണം, 3 മരണം, 10 പേർക്ക് പരിക്ക്. റഷ്യൻ അതിർത്തികളിൽ ആക്രമണവുമായി യുക്രൈൻ. കൂർസ് മേഖലയിൽ യുദ്ധം രൂക്ഷം. യുക്രൈൻ പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇസ്രായേലിലെ ടെൽ ഹഷോമർ സൈനിക റിക്രൂട്ട്മെന്റ് ബേസ് സന്ദർശിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സന്ദർശനം ഇറാന്റെ ആക്രമണത്തിനെതിരെ രാജ്യം പ്രതിരോധം ശക്തമാക്കുന്നതിനിടെ. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം, 2 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്ക്. ഇന്തോ പാസിഫിക്കിൽ സഹകരണം ശക്തിപ്പെടുത്താൻ US-ഉം ഓസ്ട്രേലിയയും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഖ്യവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിന് മന്ത്രിതല കൂടിയാലോചനകൾ. സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് US ഓസ്ട്രേലിയ സഖ്യം അനിവാര്യമെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിൻ. ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സിനെതിരായ ആക്രമണത്തിൽ പോളിഷ് പൗരന് 4 മാസം തടവും 5 വർഷത്തേക്ക് പ്രവേശന വിലക്കും. യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് നടന്ന ആക്രമണത്തിൽ ഫ്രെഡറിക്സിന് കഴുത്തിന് പരിക്കേറ്റു. തായ്വാൻ അതിർത്തിയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച് ചൈന. 36 ചൈനീസ് സൈനിക വിമാനങ്ങളും 8 കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. കോങ്കോയ്ക്ക് സഹായമായി US $414 മില്യൺ മാനുഷിക സഹായം നൽകും. ആരോഗ്യമേഖലയ്ക്ക് $10 മില്യൺ,
50,000 എംപോക്സ് വാക്സിനുകളും US കൈമാറും. തായ്ലൻഡിലെ മൂവ് ഫോർവേഡ് പാർട്ടിയെ പിരിച്ചുവിട്ടു. നടപടി ഭരണഘടനാ കോടതിയുടേത്. പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ബോർഡിന് 10 വർഷത്തേക്ക് നിരോധനം. ചൈനയിൽ ഉഷ്ണതരംഗം രൂക്ഷം. വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിലയിൽ. രാജ്യത്ത് ഔട്ട്ഡോർ ലൈറ്റിംഗിനും ലൈറ്റ് ഷോകൾക്കും നിരോധനം. ജർമ്മനിയിലെ മൊസെല്ല വൈൻ താഴ്വരയിൽ ഹോട്ടൽ കെട്ടിടം തകർന്നു വീണു. അപകടത്തിൽ 2 മരണം. തകർന്നത് 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കെട്ടിടം. ശ്രീലങ്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങി മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെയുടെ മകൻ നമൽ രാജപക്സ. റെനിൽ വിക്രമസിംഗയ്ക്കെതിരെ മത്സരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി നമൽ. പാരീസ് ഒളിമ്പിക്സിന്റെ സുരക്ഷയിൽ സജീവമായ ഖത്തർ സുരക്ഷാ സേനയെ അഭിനന്ദിച്ച് ഫിഫ പ്രസിഡന്റ്. സേനയുടെ സേവനം മഹത്തരമെന്ന് ജിയാനി ഇൻഫന്റിനോ. പാരീസിലുള്ളത് ഖത്തറിന്റെ 2000-ഓളം സുരക്ഷാ സൈനികർ. ഇസ്രായേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാ കേസിൽ കക്ഷി ചേരാനൊരുങ്ങി തുർക്കി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നെതർലൻഡ്സിലെ തുർക്കി അംബാസഡർ ഹേഗിലെ സത്യവാങ്മൂലം സമർപ്പിക്കും. ന്യൂസിലേക്ക് വീണ്ടും ഇനി ബിസിനസ് വാർത്തകൾ. ഡോളറിനെതിരെ റെക്കോർഡ് തകർച്ചയിൽ രൂപ. കഴിഞ്ഞ ദിവസം വ്യാപാരത്തിൽ 83 രൂപ 97 പൈസ വരെ എത്തിയ രൂപ 83 രൂപ 95 പൈസയിൽ ക്ലോസ് ചെയ്തു. കറൻസി വിപണിയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഏഷ്യൻ കറൻസിയായി രൂപ. മൂല്യം 84 കടക്കാതിരിക്കാൻ ജാഗ്രതയോടെ റിസർവ് ബാങ്ക്. പോയ 5 വർഷം രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾ എഴുതിത്തള്ളിയത് 9.9 ലക്ഷം കോടിയെന്ന് കേന്ദ്രമന്ത്രി പങ്കജ് ചൌധരി. സമാന കാലയളവിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞത് 1.84 ലക്ഷം കോടി. വായ്പ എടുത്തവർക്ക് തിരിച്ചടവ് ബാധ്യത തുടരുമെന്നും മന്ത്രി. ഇലക്ട്രിക് വാഹന വിപണിയിൽ ആധിപത്യം ശക്തിപ്പെടുത്തി ടാറ്റ മോട്ടോഴ്സ്. കോമ്പാക്ട് SUV വിഭാഗത്തിലെ ഏറ്റവും പുതിയ വാഹനമായ ടാറ്റ കർവ് വിപണിയിൽ അവതരിപ്പിച്ച കമ്പനി. 17.49 ലക്ഷം രൂപയാണ് വില. ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് ഉയർന്നു. ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ 1 റിയാലിന് നൽകിയത് 217 രൂപ 85 പൈസ. ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് ഇനിയും ഉയർന്നേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഭൂട്ടാനിൽ 600 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കാനൊരുങ്ങി ടാറ്റ പവറും ഭൂട്ടാൻ ആസ്ഥാനമായുള്ള ഡ്രഗ് ഗ്രീൻ പവർ കോർപ്പറേഷൻ ലിമിറ്റഡും. പദ്ധതി നടപ്പാക്കുക 6,900 കോടി രൂപ ചെലവിട്ടു. പുതിയ ഫീച്ചറുമായി സൊമാറ്റോ. പുതിയ ഫീച്ചറിലൂടെ ക്യാഷ് ഓൺ ഡെലിവറിയിൽ ബാക്കിയുള്ള തുക ഉപഭോക്താക്കൾക്ക് അവരുടെ സൊമാറ്റോ മണി അക്കൗണ്ടിലേക്ക് തൽക്ഷണം ചേർക്കാൻ സാധിക്കും. ഡെലിവറി എക്സിക്യൂട്ടീവുകളോട് ഇക്കാര്യം ഉപയോക്താക്കൾക്ക് ആവശ്യപ്പെടാം. ലോഞ്ച് ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ ടീസർ പുറത്തുവിട്ട് ഓല. ബൈക്കിന്റെ മുൻഭാഗമാണ് ടീസറിലൂടെ പ്രദർശിപ്പിച്ചത്. ഓഗസ്റ്റ് 15-ന് വാഹനം ഇന്ത്യയിൽ അവതരിപ്പിക്കും. സെയിൽസ് വിഭാഗത്തിൽ പുനഃക്രമീകരണം നടത്തി ടെക് കമ്പനി ഡെൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് മാറുന്നതിന് മുന്നോടിയായി ജീവനക്കാരെ പിരിച്ചുവിടാൻ നീക്കം. AI അധിഷ്ഠിതമായ പുതിയ സെയിൽസ് യൂണിറ്റ് നിർമ്മിക്കുകയാണ് ലക്ഷ്യം. കായിക വാർത്തകളിലേക്ക്. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് കളത്തിൽ. എതിരാളി സ്പെയിൻ. മത്സരം വൈകിട്ട് 5:30. അവസാന രാജ്യാന്തര മത്സരത്തിന് തയ്യാറെടുത്ത് മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷ്. ഒളിമ്പിക്സ് ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കറിന് നിരാശ. ഫൈനൽ യോഗ്യത നേടാൻ കഴിയാതെ മലയാളി താരം പുറത്ത്. പ്രവീൺ ചിത്രവേലിനും തിരിച്ചടി. ഇന്ത്യൻ ഗുസ്തി താരം അന്തിം പംഘലിന്റെ അക്രഡിറ്റേഷൻ റദ്ദാക്കി. അനധികൃതമായി സഹോദരി നിഷയെ ഒളിമ്പിക്സ് വില്ലേജിൽ കയറ്റാൻ ശ്രമിച്ച സംഭവത്തിലാണ് നടപടി. പാരീസ് ഒളിമ്പിക്സിൽ മീരാഭായ് ചാനുവിനും മെഡലില്ല. വനിതകളുടെ 49 കിലോ ഭാരോദ്വഹനത്തിൽ ഇന്ത്യൻ താരം 4-ാം സ്ഥാനത്ത്. സ്വർണം ചൈനീസ് താരത്തിന്. ശ്രീലങ്കയ്ക്കെതിരായ 3-ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ദയനീയ തോൽവി. ലങ്കയുടെ ജയം 110 റൺസിന്. അർദ്ധ സെഞ്ചുറി നേടിയ അവിഷ്ക ഫെർണാണ്ടോ കളിയിലെ താരം. ശ്രീലങ്കയ്ക്കെതിരായ 3-ാം ഏകദിനത്തിൽ അനായാസ സ്റ്റംപിംഗ് അവസരം പാഴാക്കിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് സമൂഹമാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം. പന്ത് ധോണിയെ അനുകരിക്കാൻ ശ്രമിച്ചത് തെറ്റായ തീരുമാനമെന്ന് കുറ്റപ്പെടുത്തൽ. അഫ്ഗാനിസ്ഥാൻ ബാറ്റർ ഇസാനുള്ള ജനത്തിന് വിലക്ക്. അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡിന്റെ നടപടി ICCയുടെ അഴിമതി വിരുദ്ധ ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി. റയൽ മഡ്രിഡിനൊപ്പം പരിശീലനം ആരംഭിച്ച് കിലിയൻ എംബാപ്പെ. സൂപ്പർ കപ്പിലാകും എംബാപ്പെ ടീമിന് വേണ്ടി ആദ്യം കളത്തിലിറങ്ങുക. ഇനി സാംസ്കാരിക സിനിമാ വാർത്തകളിലേക്ക്. ബേസിൽ ജോസഫ്, നിഖില വിമൽ, ഗ്രേസ് ആന്റണി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന നുണക്കുഴി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ജിത്തു ജോസഫ് ചിത്രത്തിന്റെ സംവിധാനം. നവാഗതൻ PK ബിനു വർഗീസ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഹിമുക്രി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. അരുൺ, ദയാനന്ദ്,
കലാഭവൻ റഹ്മാൻ എന്നിവർ പ്രധാന വേഷത്തിൽ. ശങ്കർ, ബേസിൽ ജോസഫ്, ജോമോൻ ജ്യോതിർ, ഹാർഷിർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ചിത്രത്തിന്റെ പുതിയ ഗാനം പുറത്ത്. ചിത്രം ഈ മാസം 15-ന് തിയേറ്ററിലെത്തും. ഇനി നോക്കാം ഫാക്ട് ചെക്ക്. വയനാട് ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. ജൂണിൽ ചൈനയിലെ ബെയ്ഷൌവിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ഹിമാചൽ പ്രദേശ് മേഘവിസ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 22ആയി. കാണാതായ 30-ലധികം പേർക്കായി തിരച്ചിൽ തുടരുന്നു. സിംബാബ്വേയിൽ വരൾച്ച രൂക്ഷം. രാജ്യം കടുത്ത ഭക്ഷ്യപ്രതിസന്ധി അഭിമുഖീകരിക്കുന്നെന്ന് റിപ്പോർട്ട്. എറണാകുളം കോതമംഗലം നെല്ലിക്കുഴിയിൽ ലോറി തലകീഴായി മറിഞ്ഞ അപകടം. ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ലുഗാണ്ടയിലെ എൻഡോറോക്കോയിൽ 7 സ്കൂളുകൾ അടച്ചു. 20,000 പേരെ വെള്ളപ്പൊക്കം ബാധിച്ചതായി റിപ്പോർട്ടുകൾ. ഇനിയിപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകളിലേക്ക്. അടുത്ത 5 വർഷത്തിനുള്ളിൽ വൃക്ഷരൂപൻ മഹാഭിയാൻ ക്യാമ്പയിനു കീഴിൽ 50 കോടി മരങ്ങൾ രാജസ്ഥാനിൽ നട്ടുപിടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. ഈ വർഷം 7 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. മഹാരാഷ്ട്ര താനെയിൽ വൻ ലഹരിവേട്ട. 800 കോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് പിടികൂടി. 2 പേർ പിടിയിൽ. കോഴിക്കോട് എലത്തൂരിൽ ഷണ്ടിങ്ങിനിടെ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. സംഭവം എലത്തൂർ റെയിൽവേ ഗേറ്റിന് സമീപം. അപകടം ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിലേക്ക് ഇന്ധനം കൊണ്ടുവരുന്നതിനിടെ. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. തിരികെ SKNലേക്ക്.